ആഷിക ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയുടെ MLA ആണ്. ഇന്ന് മുസ്ലിം ലീഗിന്റെ MLA ആണ് ഫാത്തിമ തഹ്ലിയ. പക്ഷേ ഫാത്തിമ തഹ്ലിയ ഒരു പരിപാടിക്കിടെ വിളക്ക് കത്തിച്ചതിന്റെ പേര് ഇവിടുത്തെ സമസ്തയിലെ ചില നേതാക്കന്മാർ വലിയ വിമർശനവുമായി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമസ്തയാണോ കേരളം ഭരിക്കുന്നത്? അല്ല, അത് മുസ്ലിമിന്റെ മൊത്തം അട്ടിപ്പേറിയ അവകാശം സമസ്തയ്ക്ക് അവകാശപ്പെടാനാവില്ല. കാരണം ഇവിടുത്തെ എല്ലാവരും, ഉള്ള എല്ലാവരും ഓണവും വിഷുവും ക്രിസ്മസും റംസാനും ബക്രീദും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന, തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നവരാണ്. ചിലരെങ്കിലും, അതായത് ഈ ഓരോ സമുദായങ്ങളിലെല്ലാം ഈ ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഐക്യത്തോടെ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത കുറച്ചു പേർ, അവരുടേതായിട്ടുള്ള ഒരു കണ്ണുകടിയാണ് ഇപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയയുടെ ഈ ഒരു വിളക്ക് കത്തിച്ചതിൽ പ്രതിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ സ്വരം ഉയർത്തുന്നത്. സമസ്ത പറയുന്നത് എങ്ങനെയാണ്? മതാചാരങ്ങളിൽ താല്പര്യപ്പെടാത്തത് അല്ലെങ്കിൽ മതാചാരങ്ങളിൽ പെടാത്ത കാര്യങ്ങളിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ, ആ ഒരു സമുദായത്തിലുള്ള ഒരു വനിത, ഈ ഒരു സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു അനാചാരങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം. ഇപ്പോൾ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നതിനെ ഇവർ എതിർക്കുകയാണ്. അതെല്ലാം മറികടന്നാണ് ഫാത്തിമ തഹ്ലിയ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതും. ഫാത്തിമ തഹ്ലിയെ പോലെ ഒരാള് ഇപ്പോൾ MLA ആയി, അതിനുശേഷം ഇപ്പോൾ ഇതിനു മുമ്പോട്ട് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഈ ഞാൻ പറയുന്നത് ഈ സമസ്ത ഈ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ അട്ടിപ്പരാവകാശം എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ഫാത്തിമ തഹ്ലിയെ അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ കൗമിങ്ങിലെ കുട്ടി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ ഒരു അരക്ഷരമെങ്കിലും മിണ്ടിയിരുന്നോ? മിണ്ടിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, യഥാർത്ഥത്തിൽ സമസ്തയുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് മാത്രമല്ലല്ലോ അവിടുത്തെ MLA ആയിട്ടുള്ളത്. അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും വോട്ട് നേടിയാണ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ സമസ്ത ഇതിനു മുമ്പിട്ട് പറയണമായിരുന്നു. അതായത് ഫാത്തിമ തഹ്ലിയ വോട്ട് ചോദിക്കാൻ പോകുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോയിട്ട് അവിടുത്തെ സിസ്റ്റർമാര് തഹ്ലിയെ അനുഗ്രഹിച്ചു വിടുന്നതും ചേർത്ത് നിർത്തുന്നതും കെട്ടിപ്പിടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് എന്തുകൊണ്ട് ഈ സമസ്ത പറഞ്ഞില്ല മറ്റുള്ള ദേവാലയങ്ങളിൽ നമ്മൾ പോകരുത്, മറ്റുള്ള ദേവാലയത്തിലുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് സമസ്ത പറഞ്ഞില്ല മറ്റുള്ള ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്? ഇന്ന് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു നിയമസഭാ അംഗം കൂടിയാണ്. ആ നിയമസഭ എന്ന് പറയുന്നത് ആ നിയമസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും അംഗമാണ്, മുഴുവൻ ജനങ്ങളുടെയും ശബ്ദമാണ്. ആ ശബ്ദത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ ആ മുസ്ലിം ലീഗിന് തന്നെ നാണക്കേട് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നും ഇന്നലെയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇന്നും മുസ്ലിം ലീഗിൽ നിന്നുള്ള ആളുകൾ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗ് വിജയിക്കുന്നത്? ഒരിക്കലുമല്ല. എത്രയോ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഇത്രയേറെ വോട്ട് കിട്ടുന്നത്? അവിടുത്തെ സംഘടനാ സംവിധാനം അതായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് അതായത് UDF അധികാരത്തിൽ എത്തുന്നതിന് മുമ്പിട്ട് പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ശവന്തീനികൾ എന്ന് പറഞ്ഞ് LDF നേതാക്കന്മാർ ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എവിടെ കോൺഗ്രസ് വീട് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മുസ്ലിം ലീഗ് വലിയൊരു പ്രതിരോധമാണ് സൃഷ്ടിച്ചത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൃത്യസമയം കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും, അത് മുസ്ലിം ലീഗിന് കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ജനവിഭാഗങ്ങളുടെ മുഴുവൻ വീടുകളും പെട്ടെന്ന് തന്നെ വെച്ചു കൊടുത്ത് അതിൻ്റെ പാല് കാച്ചും ചെയ്തു കൊടുത്ത് പിന്നീട് അതിനകത്ത് മുസ്ലിം ലീഗ് ചെയ്ത നല്ലൊരു പ്രവൃത്തി എന്ന് പറയുന്നത് അതൊരു പ്രൊമോഷൻ ആക്കാൻ നിന്നില്ല. അവിടേക്ക് ഒരു ചാനലുകാരനെയും കടത്തിവിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം. മറ്റൊരു കാര്യമുണ്ട്, നിലവിളക്ക് കൊളുത്തി ഗണപതി മന്ത്രം എല്ലാം ഇതുപോലെയുള്ള മന്ത്രങ്ങളെല്ലാം ഹൈന്ദവ വിശ്വാസവും പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നടത്തിയാണ് ഗൃഹപ്രവേശനം നടത്തിയത്. അത് മറ്റൊരു അതെ ഞാൻ പറയാൻ വന്നത്. അതായത് മാധ്യമങ്ങളെ ഒന്നും കടത്തിവിട്ടില്ല. പക്ഷേ ഒരു ആ വീട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം ഉണ്ടാവും, മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ നാട് ഇങ്ങനെ ഒരു മതനിരപേക്ഷ നാടായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന നാടായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അഭിമാനമുണ്ടാവും. കാരണം ഒരു ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾക്കാണ്, ഞാൻ മതം പറയുകയല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വീട് വെച്ച് മുസ്ലിം ലീഗിൽ നിന്നും വീട് വെച്ച് കൊടുക്കുന്നു. ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ മുഴുവൻ ആചാരങ്ങളും അനുസരിച്ചാണ്. എന്നാൽ അവർക്ക് പറഞ്ഞൂടെ ഞങ്ങൾ മുസ്ലിം ലീഗ് വെച്ചത് എന്ന വീടാണ്, ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഞങ്ങൾക്ക് പാടില്ല, അല്ലെങ്കിൽ സമസ്തയ്ക്ക് അന്നെന്താ പറയാഞ്ഞത്?
മുസ്ലിം ലീഗ് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന്? അല്ല, മുസ്ലിങ്ങളുടെ വീട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് തെരഞ്ഞുപിടിച്ച് വീട് വെച്ച് കൊടുത്താൽ മതി എന്ന് സമസ്തയ്ക്ക് ആവശ്യപ്പെടാൻ, അല്ലെങ്കിൽ സമസ്ത വെച്ച് കൊടുക്കണമായിരുന്നു വീട് മുസ്ലിം നാമധാരികൾക്കായിട്ട് ആ ഒരു മുണ്ടക്കൈ അല്ലെങ്കിൽ ആ വയനാട് ദുരന്ത ഭൂമിയിൽ. അപ്പോ ചെയ്തു കൊടുത്തില്ലല്ലോ. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ മുഴുവൻ ഇപ്പോ ഒരു മുസ്ലിം മതധാരിയായിട്ടുള്ള ഒരാള് അത് കോൺഗ്രസിൽ നിന്നോ LDF-ൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ സമസ്ത പോലുള്ള ഇപ്പോൾ ഒരുപാട് സംഘങ്ങളുണ്ട്. ഇപ്പോൾ NSS ഉണ്ട്, SNDP ഉണ്ട്. ഇവരെല്ലാം വർഗീയ വിഷം തുപ്പുന്നത് പോലെയാണ് സമസ്തയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ചരിത്രമാണ്. എന്തുകൊണ്ടാണ് പാണക്കാട് കുടുംബം ഇതിന്റെ ഒരു മൂലസ്ഥാനമായിട്ട് ഇപ്പോഴും എടുക്കുന്നത് എന്നുള്ള ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോകേണ്ടതുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാന വാക്ക് എന്ന് പറയുന്ന ആ ഒരു കുടുംബമാണ്. ആ കുടുംബം എങ്ങനെയാണ് ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വൈഭവം ഉണ്ടാക്കുന്ന ആളുകളെ എങ്ങനെയാണ് തെരഞ്ഞുപിടിച്ച് കണ്ടെത്തുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിയമസഭയിലിരിക്കുന്ന ഓരോ ആളുകളെയും എടുത്തു വെച്ച് പരിശോധിച്ച് നോക്ക്. ഫാത്തിമ തഹലിയ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് PK ഫിറോസും PK നവാസും ഉള്ള പുതിയ യുവ തലമുറയിലെ നേതാക്കന്മാർ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എത്രയോ വേദികളിൽ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രതിഷേധം ഫാത്തിമ ഒരു വിളക്ക് എത്തിച്ചപ്പോഴത്തേക്ക് ഒരു വിഷയം. ഇത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സമസ്ത ഇത്തരത്തിൽ വലിയ പ്രസ്താവനയുമായിട്ട് വരുന്നത്. പക്ഷെ സമസ്ത ഒന്ന് ഓർക്കണം, ഇന്ന് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വീടിനുള്ളിൽ കഴിയുന്ന മതത്തെ മാത്രം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ മാത്രമല്ല, ഒരു മതനിരപേക്ഷത രാജ്യത്തെ ജനങ്ങൾ പിന്തുണച്ച, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് ഫാത്തിമ തഹലിയ എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിന്റെ 140 MLA-മാരിൽ ഒരു MLA ആണ്, പേരാമ്പ്രയുടെ MLA ആണ്, പേരാമ്പ്രയുടെ ശബ്ദമാണ്. ആ ശബ്ദത്തെ ഇത്തരത്തിൽ അപഹാസ്യപ്പെടുത്തുന്നത് വളരെയധികം നാണക്കേടാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. വയനാട് മുണ്ടക്കൈ ദുരന്തം നടന്നു. ആ ഒരു ദുരന്ത ഭൂമിയിൽ, ആ ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്കാരം ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാത്തിനും അവര് ജാതി മത അടിസ്ഥാനത്തിലല്ല. അതായത് കൈയേറ്റും തലയേറ്റും കാലറ്റും അവശേഷിക്കുന്ന കുറച്ച് മൃതശരീരങ്ങൾ, അത് 3 അല്ലെങ്കിൽ ആ ഉള്ള സമുദായങ്ങളുടെ സമൂഹ പ്രാർത്ഥന നടത്തിയാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇതിലൊന്നും ഈ സമസ്ത ഇന്ന സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലുള്ള തിരിച്ചു വ്യത്യാസമോ വിവേചനമോ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഒരുപോലെയാണ് ആ ഒരു ദുരന്ത ഭൂമിയിൽ, ആ ഒരു ഭൂമിക്കടിയിൽ എല്ലാവരും ഉറങ്ങുന്നത്.